നമ്മുടെ മീൻ വളർത്തലിന്റെ ചെറിയൊരു അപ്ഡേഷൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ഇത് നമ്മൾ മുഷികളെ ഇട്ട് വെച്ചേക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആൽഗയും അതുപോലെ എത്രത്തോളം വൃത്തികേടുമായിട്ടാണ് കിടക്കുന്നതെന്ന്. എത്ര തവണ നമ്മൾ വൃത്തിയാക്കി കൊടുത്താലും ഇങ്ങനെയൊക്കെ തന്നെ ഇവമാർ ഇതിടത്തുള്ളൂ. എന്തായാലും ഇവമാരെ കൊണ്ടുവന്നതിനേക്കാളിലും 1-2 ഇഞ്ച് ഇവമാർ കൂടുതൽ വളർന്നിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്തുള്ള ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത് കുറച്ച് ശ്രിംസ് ആണ്. ഏകദേശം നമ്മളൊരു 6 പീസ് എടുത്തിരുന്നെങ്കിലും കുറച്ച് ഇവമാർ ഡെഡ് ആയി പോയതുകൊണ്ട് പിന്നീട് നമ്മളൊരു 10 പീസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന ശ്രിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഗോൾഡൻ ബാക്ക് എന്ന് പറഞ്ഞൊരു കളർ വേരിന് വരുന്ന ശ്രിംസ് ആണ്. അധികം വലിപ്പമൊന്നും വെക്കത്തില്ലെങ്കിലും ഒരുപാട് ബ്രീഡ് ആകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് ഇവന്മാരെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. സിംസിനെ കൊണ്ടുവന്ന സമയത്താണെങ്കിൽ അവന്മാരുടെ ആ പാക്കിന്റെ അകത്ത് കുറച്ച് ജാവാമോസിന്റെ സാമ്പിൾസ് കിടപ്പുണ്ടായിരുന്നു, കുറച്ച് അറ്റവും മൂലയൊക്കെ. എന്തായാലും നമ്മൾ അതിനെ എടുത്ത് ഒരു ചിരട്ടയിലേക്ക് നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇവന്മാർ വളരുമോ ഇല്ലയോ എന്നുള്ളത്. ഏകദേശം ഒരു 2 മാസം കൊണ്ട് ഇത് മൊത്തം കവർ ആകേണ്ടതാണ്. ഇത് വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം വലിയ പൈസ മുടക്കൊന്നും ഇല്ലാതെ ജാവാമോസ് നമുക്കിവിടെ കിട്ടും. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫോക്സ് ടെയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗപ്പി ഗ്രാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ശ്രിംസിന് കഴിക്കാനും അതുപോലെ വളർത്തിയെടുക്കാനും. ഇത് കൂടാതെ നമ്മൾ ഒരു 10-15 വെറൈറ്റിയോളം വാട്ടർ പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് വരുമ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ അടുത്തായിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഫ്രീസർ ഭാഗത്തേക്ക് കോൺക്രീറ്റ് നിറച്ചാണ് ഇട്ടേക്കുന്നത്. ഏകദേശം ചെറിയ ലീക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മീൻ ഇടാൻ പറ്റും. ഇവിടെ നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത് ബ്ലൂ ക്രേഫിഷിനെയാണ്. അത് ഒരു ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. അവന്മാർക്ക് കൂട്ടായിട്ട് നമ്മൾ കുറച്ച് മിക്സഡ് ഗപ്പിയെയും ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ക്രേഫിഷുകളെ വളർത്തുന്ന പലരും അവരുടെ ടാങ്കിന്റെ അകത്ത് കുറച്ച് ഗപ്പീസിനെയോ അല്ലെങ്കിൽ ചെറിയ മീനുകളെ കീപ്പ് ചെയ്യാറുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് കൊടുക്കുന്ന ഫുഡ് വേസ്റ്റ്, അതുപോലെ ഇതിന്റെ അകത്തുണ്ടാകുന്ന ചെറിയ കൂത്താടികൾ, അതുപോലെ ചെറു പ്രാണികൾ, ഇതിനെല്ലാം നമ്മുടെ ഗപ്പികൾ കഴിച്ചോളും. അതുവഴി നമ്മുടെ ടാങ്കിന്റെ ഉണ്ടാകുന്ന കുറച്ച് അമോണിയൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവന്മാർക്ക് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് വെജിറ്റബിൾസ് ആയിരിക്കും. ഇത് ഇന്നലെ കൊടുത്ത കിഴങ്ങിന്റെ ചെറിയൊരു പീസാണ്, ചെറിയതായിട്ട് വേവിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കണ്ണിൽ പെടുന്ന ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ തന്നെ അങ്ങ് എടുത്ത് കളയാറുണ്ട്. എന്തായാലും മീനുകളെ ഇട്ടതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലിയ കൂത്താടിയോ അതുപോലെ ചെറു ജീവികളുടെ ശല്യം ഉണ്ടാകത്തില്ലെന്നുള്ളത് 100% ഉറപ്പിക്കാം. പിന്നെ ക്രേഫിഷിനെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ അവന്മാർക്ക് ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അവന്മാർ തമ്മിക്കടി കൂടി കയ്യും കാലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഡെഡ് ആയി പോകാൻ വരെ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ നോക്കി വളർത്തി കഴിഞ്ഞാൽ ഇവന്മാർ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. ഇവന്മാരുടെ കാര്യം മാത്രമല്ല, ശ്രിംസിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇവന്മാരെ നമ്മൾ കുറച്ച് ബ്രീഡ് ചെയ്യിക്കാനായിട്ട് തന്നെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ അടുത്ത് ക്രേഫിഷിന്റെയും അതുപോലെ ശ്രിംസിന്റെയും സെയിലുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്.